എവരിബഡി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒർലാൻഡോയിൽ നിന്ന് രാജേഷ്. ഇന്ന് നമ്മൾ ഒർലാൻഡോയിൽ ഡൗൺ ടൗണിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഡൗൺ ടൗണിനടുത്ത് ഒരു ലേക്ക് ഉണ്ട്, ഇയോള ലേക്ക്. അവിടെയെല്ലാം പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. നമ്മളിപ്പോൾ ഒർലാൻഡോ ഡൗൺ ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൂരെ നിന്നും അവിടുത്തെ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. സൈഡിലായി അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങുകളും ഒക്കെ കാണുവാൻ സാധിക്കും. ഇതിൻ്റെ ഇടത്ത് വശത്തായിട്ട് എമർജൻസി സർവീസുള്ള ഒരു ഹോസ്പിറ്റൽ നമുക്ക് കാണാം. അത് ഒർലാൻഡോ ഹെൽത്ത് ആണ്. ഒർലാൻഡോ ഹെൽത്ത് എന്നാണ് ഈ ആശുപത്രിയുടെ പേര്. ഒർലാൻഡോ റീജിയണൽ മെഡിക്കൽ സെൻ്റർ എന്നും അറിയപ്പെടുന്നു. ഒത്തിരി സൂപ്പർ മാർക്കറ്റുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ബിൽഡിങ്ങുകളെല്ലാം ലൊക്കേഷൻ നല്ലതായതുകൊണ്ട് ഇവിടെയെല്ലാം വളരെ എക്സ്പെൻസീവാണ്. നഗരത്തിന് ചുറ്റും നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടിരിക്കുന്നു. ഇവിടെ മെയിനായിട്ട് ഹിസ്പാനിക് ഫുഡ്, ഏഷ്യൻ ഫുഡ്, അമേരിക്കൻ ഫുഡൊക്കെ കാണാം. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ലിങ്ക്സിൻ്റെ ബസ് സർവീസാണ്. അതിൻ്റെ മെയിൻ ബിൽഡിംഗ് ആണിത്. എല്ലായിടത്തു നിന്നും ഫ്രീ സർവീസാണ് ലിങ്ക്സിൻ്റെ ഇവിടെയുള്ളത്. നമ്മളിപ്പോൾ ഡൗൺ ടൗണിൻ്റെ അടുത്തുള്ള ഇയോള ലേക്കിനടുത്തേക്കാണ് പോകുന്നത്. ഇയോള ലേക്ക് പാർക്ക്. ഇവിടെ ആൾക്കാർക്ക് ഗെയിമുകൾ കളിക്കാനൊക്കെ ആയിട്ട് പാർക്കുകളും പ്ലേ ഏരിയാസും ഒക്കെ ഉണ്ട്. വീക്കെൻഡിൽ ഇവിടെ നല്ല ആൾക്കാരാണ്. ഈ ഏരിയയിലെ മരങ്ങളാണ് കൂടുതൽ കെട്ടിടങ്ങളെക്കാട്ടിലും. നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ ബൈക്കുകളൊക്കെ റെന്റിനെടുത്ത് നമുക്ക് എടുക്കുവാൻ പറ്റും. ഇവിടെ ടീനേജറായിട്ടുള്ളവർക്കും കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് സോക്കർ ഫീൽഡും വോളിബോൾ ഗ്രൗണ്ടും ഒക്കെ ഉണ്ട്. ചില സ്മാരകങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇന്ന് പൊതുവെ ഇവിടെ ആള് കുറവാണ്. സാധാരണ നല്ല തിരക്കുള്ള സ്ഥലമാണ്. അവിടെയായിട്ട് നമുക്ക് കിടക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിമ കാണാം. അവരുടെ ശരീരം പുല്ലുകൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് ഗോൾഫൊക്കെ കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഈ ലേക്കിന് സൈഡിലായിട്ട് ധാരാളം പിയറുകളുണ്ട്.
ഇതിനടുത്തായിട്ടൊരു പ്ലാറ്റ്ഫോം നമുക്ക് കാണാം. കലാപരിപാടികളൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്. ആളുകൾക്ക് ഇരിക്കാനായിട്ട് ഇഷ്ടംപോലെ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ പരിപാടികളൊക്കെ ഉള്ളപ്പോൾ നല്ല ആളാണ്. നല്ല പ്രകൃതി മനോഹരമായ കാഴ്ചയോടൊപ്പം തന്നെ വളരെ ഉയർന്ന വലിയ ബിൽഡിങ്ങുകൾ, ബാങ്ക് ബിൽഡിങ്ങുകളാണ് കൂടുതലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലേഡി സ്റ്റാച്ചുവിൻ്റെ ഒരു ക്ലോസപ്പ് ലുക്ക്. ഇപ്പോൾ സാമൂഹ്യ അകലം പാലിക്കുന്ന സമയമായതുകൊണ്ട് ഒരു കൊച്ചു പെൺകുട്ടി പിള്ളേരവിടെ കളിക്കുന്ന നമുക്ക് കാണാം. ഭക്ഷണം തേടി ഒരു താറാവ് കുളത്തിൽ കൂടെ ചുറ്റിക്കറങ്ങി നമുക്ക് കാണാൻ പറ്റും. മറ്റു കുറച്ച് താറാവുകളും ഇവിടെ ഉണ്ട്. ഇവിടെ സ്വാണും ഉണ്ട്. സ്വാണും നമുക്ക് ഇടയ്ക്ക് കാണുവാൻ പറ്റും. ചില സീസണിൽ അത് കൂടുതലായിട്ടുണ്ട്. സ്വാനിൻ്റെ ബോട്ടുകൾ നമ്മൾക്കിവിടെ കാണാൻ പറ്റും. നമുക്കത് റെൻറ്റിനെടുക്കാം. താറാവുകൾ നമ്മുടെ അടുക്കൽ അങ്ങനെ വരാറില്ല. ചില ആളുകൾ അവിടെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ബ്രെഡാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം നല്ല ക്ലീനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. വലിയ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അധികം മലിനമായിട്ടില്ല. കറുപ്പും വെളുപ്പും നിറമുള്ള ചില താറാവുകളെ ഇവിടെ കാണാം. കണ്ണുകളുടെ ചുറ്റും റെഡ് കളറാണ് അതിന്. ഈ താറാവുകളെ മസ്കോവി താറാവുകളെന്നാണ് വിളിക്കുന്നത്. അത് ബ്രെഡ് കഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് സ്വാൻ ബോട്ടുകൾ. ഇത് നമുക്ക് റെൻറ്റിനെടുത്ത് ഇതിന് ചുറ്റും കറങ്ങി നടക്കാം. നല്ല വളരെ മനോഹരമായ ഒരു ദിവസമാണിന്ന്. ഈ പാർക്കിൽ ധാരാളം സ്മാരകങ്ങളുണ്ട്. ആൾക്കാരൊക്കെ നടക്കാനായിട്ട് വരും. ചില സമയത്ത് സംഗീത പരിപാടികളൊക്കെ ഇവിടെ കാണും.
കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്ന് ട്രിപ്പിനായിട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട്. ബിൽഡിങ്ങുകളുടെ ഒരു ക്ലോസപ്പ് ലുക്ക്. താറാവുകൾ ഇങ്ങനെ വരി വരിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് വലിയൊരു കൊടുങ്കാറ്റ് വിത്ത് ഹെയിൽസ്, ആലിപ്പഴം. പുറത്തു പോയാൽ നമ്മുടെ ദേഹത്തെല്ലാം വലിയ കല്ല് വീഴുന്നവരെ വന്ന് വീഴും. ഭയങ്കര കാറ്റുണ്ട്, ഭയങ്കര സൗണ്ടാണ്. വൃത്തിക്കുള്ള സൗണ്ട് കേൾക്കാം. നല്ല കാറ്റുണ്ട്. ഇതിന് ചെടികളെല്ലാം പോകുന്ന ലക്ഷണമാണ് കണ്ടിട്ട്. ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഈ ആലിപ്പഴത്തിന് ശേഷം പുറകിലായിട്ട് കണ്ട ഒരു മഴവില്ലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next time.